ദിവസമായി നാം വാഴ്ത്തപ്പെടും. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യും. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സദൃശവാക്യം 30-ാം അധ്യായം എന്റെ 28-ാമത്തെ വാക്യം. പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവഴുത്താണ്. പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കും. അല്ലേ? ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവവചനത്തിൽ ചില ചിന്തകളുമായി നാം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ഈ ലോകത്തിലുള്ള സകല സൃഷ്ടികളിലും ദൈവം അവയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നുപോലെ നമ്മൾ പല്ലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ചെറിയ ജന്തുവായിരുന്നിട്ട് പോലും വലിയ ജ്ഞാനമാണ് പല്ലിക്കുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ജ്ഞാനമുള്ളവയുടെ പട്ടികയിൽ 4-മതായി ഇപ്പം പല്ലിയുടെ പേരാ യോബിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. അല്ലേ? ഒരു ദേശം അല്ലെങ്കിൽ ഒരു രാജ്യം ഭരിക്കുന്ന ഒരു രാജാവ്, ആ രാജാവിന്റെ കൊട്ടാരം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ ചിലവില് വളരെ സമർത്ഥമായ രീതിയിൽ ഏറ്റവും നല്ല അഴകിൽ നല്ല കൊത്തുപണികളോടുകൂടി വളരെ ശ്രേഷ്ഠമായിട്ട് പണിതെടുത്തിരിക്കുന്ന കൊട്ടാരമാണ്. അല്ലേ? അതൊന്നും നോക്കാതാണ് ഈ പല്ലി രാജാക്കന്മാരുടെ കൊട്ടാരത്തിലൂടെ കയറിയിറങ്ങി നടക്കുന്നത്. നമ്മുടെയൊക്കെ ഭവനത്തിലായിരിക്കും അങ്ങനെ തന്നെയാണ്. നമുക്കുള്ള വരുമാനങ്ങൾ കൊണ്ട് ഉള്ള സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് ശ്രേഷ്ഠമായ വീട് പണിതെടുത്താലും ആ വീട്ടിനകത്തും നാം പണിതെന്നോ നമ്മളാണ് അതിൻ്റെ ഉടയവനെന്നോ നമ്മളാണ് അതിന് ഉത്തരവാദിയെന്നോ അത് നമുക്ക് പാർക്കാനാണ് എന്നൊന്നും പല്ലി കരുതാതെ പല്ലി എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭവനത്തിലൂടെ കയറി നടക്കും. എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടാരമായിരുന്നാലും കുടിലായാലും പല്ലിയുടെ സ്വന്തമാക്കിയെടുക്കും. അതാണ് പല്ലിയുടെ പ്രത്യേകത. അല്ലേ? ഇത് ആര് കെട്ടിപ്പൊക്കിയെന്നോ ആരുടെയാണെന്നും പല്ലിക്കറിയേണ്ട കാര്യമില്ല. അതിന് കൊട്ടാരത്തിലൂടെ ചാടി കയറി ഇറങ്ങി നടക്കുന്നുള്ളതാണ്. കാരണം വലിയ സമയം ഒരിക്കലും വാടകയൊന്നും കൊടുക്കാതെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പല്ലിക്ക് കഴിയും. ഇത് കൊട്ടാരമായിരുന്നാലും കുടിലായിരുന്നാലും ആരും പല്ലിയോട് വാടക ചോദിക്കുന്നില്ല. പല്ലി വാടക കൊടുത്തുള്ള ചരിത്രവുമില്ല. അല്ലെങ്കിൽ വാടകക്കാര് അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോക്കൂ എന്ന് പല്ലിയോട് ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടുമില്ല. അപ്പം പല്ലിയുടെ അവസ്ഥ നോക്കി. ഈ ജ്ഞാനമുള്ള ഈ ചെറിയ ജന്തുക്കളിൽ പല്ലിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആ വലിയ സ്ഥാനം എത്ര? കൊട്ടാരങ്ങളിൽ പാർക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെയാണ് ദൈവം ജനത്തോട് ഇടപെടുന്നത്. പ്രൈസലോ. നമ്മെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ഒരു ദൈവമാണ്. മനുഷ്യരുടെ ബന്ധത്തെ നോക്കിയാൽ നമ്മെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുന്ന ദൈവം. പല്ലിക്ക് കൊട്ടാരത്തിൽ പാർക്കാൻ കഴിയുന്നെങ്കിലും നമ്മുടെയും ജീവിത സാഹചര്യങ്ങളുടെ നടുവില് ഒന്നുമില്ലാതിരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ദൈവം നമ്മെ വിടുവിച്ച് കൊണ്ടുവന്ന് ശ്രേഷ്ഠമായ രീതിയിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഓർത്തോണം, പല്ലിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ജ്ഞാനം അത് എത്രമാത്രം ഉപയോഗപ്പെടുന്നു എന്നുള്ളത്. പ്രൈസോ. ഒരിക്കലും പല്ലി സ്വാതന്ത്ര്യമായിട്ട് നടക്കുന്നതിനകത്ത് ആരും അതിന് തടസ്സം പറയാറില്ല. സകലതും അത് സുഖമായിട്ട് അനുഭവിക്കുക. ഒരു കൊട്ടാരത്തിനകത്തുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും പല്ലി അനുഭവിക്കുക. അല്ലേ? പല്ലി വളരെ ചെറിയ ജന്തുവാണ്. നമ്മുടെ കാൽപ്പെരുമാറ്റം കേട്ടാൽ മതി അത് ഓടി ഒളിക്കും. പ്രൈസലോ. അതിനെന്തുമാത്രം ജ്ഞാനമാണുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ചെറിയ മനുഷ്യനായിരിക്കാം. പല്ലി മനുഷ്യന്റെ കാൽപ്പെരുമാറ്റം കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? ഓടി ഒളിക്കും. അതുപോലെ തന്നെ ഭൂമിയിൽ നിങ്ങൾ ഒരുപക്ഷെ മറ്റാരാലും ശ്രദ്ധിക്കപ്പെടാത്ത, മറ്റുള്ളവരോടൊപ്പം കഴിവും പ്രാപ്തിയും ഇല്ലാത്ത, എല്ലാവരെക്കാളും കുറഞ്ഞ ഒരു ചെറിയ മനുഷ്യനായിരിക്കാം. അല്ലേ? എന്നിരുന്നാലും സ്വർഗീയ ജ്ഞാനം നിങ്ങൾക്കുണ്ടായിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ വസിക്കുമ്പോൾ
തന്നെ സ്വർഗത്തിൽ നിങ്ങൾക്കായി സ്വർഗീയ ഭവനം നിർമ്മിക്കാൻ പറ്റും. പ്രയോജനം. അപ്പൊ ലോകം നിങ്ങളെ അറിഞ്ഞില്ലെങ്കിൽ, ലോകം നിങ്ങൾക്ക് വേണ്ടുന്ന പ്രാധാന്യം തന്നില്ലെങ്കിലും, ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ സ്വർഗീയ ജ്ഞാനമുള്ളവരാകുവാണെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ ജ്ഞാനം പ്രാപിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, ആ ജ്ഞാനത്തിന്റെ ഉടമയാണെങ്കിൽ, നിങ്ങൾ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഭവനം പണിതുകൊണ്ടിരിക്കുക, സ്വർഗത്തിലുള്ള ഭവനത്തിന്റെ അവകാശിയായി മാറുക. അല്ലെങ്കിൽ സ്വർഗീയ ഭവനത്തിന്റെ അവകാശിയായി മാറണമെങ്കിൽ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ ദൈവിക ജ്ഞാനത്താൽ നിറയണം. പ്രൈസലോ. ദൈവികമായ ജ്ഞാനത്താൽ നിറയപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്കാണ് കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പണിയുന്ന ദൈവികമായ കൊട്ടാരത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. അല്ലേ? ഭൂമിയിൽ നമ്മൾ വാടക കൊടുത്തും ഭവനമില്ലാതെയും സ്ഥലമില്ലാതെയും ഒക്കെ ഭാരപ്പെടുന്നവരാ. വാടകക്കാർ വന്ന് ചീത്ത പറയാം. വാടകക്കാർ ഒരു പക്ഷേ അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടേക്കാം. പ്രൈസോ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നാലും നമ്മുടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന വീട്ടിനകത്ത് നമ്മൾ വാടക കൊടുക്കണ്ട. നമ്മൾ വാടക ചോദിക്കാൻ ആരും ഉണ്ടാകത്തില്ല. വാടക തന്നില്ല എന്നും പറഞ്ഞ് നമ്മളെ അവിടെ നിറക്കി വിടത്തില്ല. അതേ ഭൂമിയിൽ അല്പം കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് നല്ലൊരു കൊട്ടാരം പണിയുന്നുണ്ട്. ഒരു പൈസ പോലും വാടക കൊടുക്കാതെ, ഒരു പൈസ പോലും സെക്യൂരിറ്റി കൊടുക്കാതെ, വാടകക്കാർ ഇറക്കി വിടാതെ, അവരുടെ മൂക്കും മുഴിയൊന്നും കാണാതെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവികമായ ജ്ഞാനം ആവശ്യമാണ്. നമുക്ക് ഈ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അവരെ ഈ കെട്ടിട ഉടമയ്ക്ക് ഒരു പുച്ഛമാണ്. അല്ലെങ്കിൽ വാടകക്കാരൻ ഒരു പുച്ഛത്തോടെയാണ് കാണുന്നത്. ഞാനൊക്കെ അത് അനുഭവിക്കുന്ന ആളാണ്. ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളാണ്. എൻ്റെ 18 വർഷമായി അയാൾക്ക് വാടകയ്ക്ക് താമസിക്കുന്നത്. വാടകക്കാരെന്ന് പറയുമ്പോൾ ഒരു വലിയ പുച്ഛമാണ്. ഇന്നൊരു കെട്ടിടത്തിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണി വന്നാൽ, ഒരു പ്ലംബിങ്ങിന്റെ പണി വന്നാൽ, ഒരു വയറിങ്ങിന്റെ പണി വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പണി വന്നു കഴിഞ്ഞാൽ നമ്മളത് പറയുമ്പോഴത്തേനും വാടകക്കാരെ ഇല്ലായ്മപ്പെടുത്തി കളയും. ഒരു അടിമയെ പോലെയാണ് വാടകക്കാരെന്ന്. അല്ലേ? നിങ്ങളൊക്കെ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? പണ്ട് നമ്മളെപ്പോലെ വാടകയ്ക്ക് കിടന്നവരാ, വാടക കെട്ടിടത്തിൽ കുടിയിൽ കിടന്നവരാ. പിന്നീട് കെട്ടിടമൊക്കെ ആയി കഴിഞ്ഞപ്പം അവരുടെ കെട്ടിടത്തിനകത്ത് വാടകക്കാർ വന്നു കഴിയുമ്പോൾ അവരുടെ പഴയകാല ജീവിതം അവർ മറന്നിട്ട് വാടകക്കാരെ അടിമകളായിട്ട് കാണുന്ന അനുഭവത്തിൽ കെട്ടിട ഓണർമാർ നമ്മുടെ ഇടയിലുണ്ട്. അല്ലേ? അങ്ങനെയുള്ളവരോട് ഞാൻ പറയട്ടെ സ്നേഹിത, എനിക്ക് ശ്രോതാവി, വാടകക്കാരെ വെറും അടിമകളായിട്ട് കണ്ട് അവരുടെ മേലെ അടിമത്തം അടിച്ചേൽപ്പിച്ചാലും ആ വ്യക്തി ദൈവികമായ ജ്ഞാനമുള്ളവനാണെങ്കിൽ ആ ദൈവിക ജ്ഞാനത്താൽ അവൻ സ്വർഗത്തിൽ അവന് വീടുന്ന കൊട്ടാരത്തിൽ അവൻ പാർക്കുമെന്നുള്ള ഉറപ്പാണുള്ളത് കൊണ്ട് അവൻ സന്തോഷവാനാണ്. ഈശ്വരോ. അല്ലെ? അപ്പം പല്ലിയെ സംബന്ധിച്ച് നോക്കി, പല്ലി കൊട്ടാരത്തിലാണ് പാർക്കുന്നത്, അത് വാടക കൊടുക്കുന്നില്ല. അല്ലേ? എന്നാൽ ഈ പല്ലി സ്വർഗത്തിലുണ്ടാകത്തില്ല. അതാണ് വിഷയം. പല്ലിയെ സംബന്ധിച്ചുള്ള ഈ ഭൂമി കൊണ്ട് അതിന്റെ ജീവിതം അവസാനിക്കുകയാണ്. ഭൂമി കൊണ്ട് അതിന്റെ ജീവിതം അവസാനിച്ച് അത് മണ്ണിനോട് അലിഞ്ഞു ചേരുമ്പോൾ, പൊടിയോട് ചേരുമ്പോൾ, ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ച മനുഷ്യൻ ഈ ഭൂമിയിൽ മണ്ണിനോട് കൂടെ തീരുന്നതല്ല മനുഷ്യന്റെ ജീവിതം. മനുഷ്യൻ ജഡം മണ്ണിലേക്ക് തീരുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവിശ്വാസം അത് ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് സ്വർഗീയ കൊട്ടാരത്തിൽ പാർക്കുവാൻ പറ്റും. അല്ലേ? അതാണ് നമ്മുടെ പ്രത്യാശ കേട്ടോ. അതുകൊണ്ട് ദൈവാത്മാവ് ഈ പല്ലിയൊക്കെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് ചില ബുദ്ധി ഉപദേശിക്കുമ്പോൾ രക്തം ചെയ്യാം. നാം ഭൂമിയിൽ വെച്ച് ദൈവികമായ ജ്ഞാനത്താൽ നിറയപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് ദൈവഭവനത്തിന്റെ അംഗമായി മാറണം. രക്തം ചെയ്യാം. പ്രൈസ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം തന്നു. പ്രൈസ്. അപ്പൊ ഈ ഭൂമിയിൽ നമ്മളൊരു അപ്പനും അമ്മയ്ക്കും ജനിച്ചതാണ്. അപ്പനും അമ്മയ്ക്കും ജനിച്ച ഈ ലോക ജീവിതം എന്ന് പറയുന്ന പാപത്താൽ നിറയപ്പെട്ടതാണ്. മനുഷ്യനെല്ലാം ഭാവികളാണ്. ഇവിടെ ഒരു നീതിമാന്മാർ പോലും ഈ ഭൂമിയിലില്ല. ഇനി ആരെങ്കിലും നീതിമാനാണെന്ന് സ്വയം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഏറ്റവും വലിയ പാപിയായിരിക്കും. അതുകൊണ്ട് ഭൂമിയിൽ നീതിമാനില്ല. ബൈബിളിൽ പറയുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ലെന്നാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാ. അല്ലെങ്കിൽ അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെയാണ് ദൈവികമായ ജ്ഞാനത്താൽ നിറച്ച് സ്വർഗീയ ഭവനത്തിന്റെ അംഗമായി മാറ്റി ആ മനുഷ്യന്റെ നിത്യത മുഴുവൻ
സ്വർഗ കൊട്ടാരത്തിൽ ഒരു വാടകയും കൊടുക്കാതെ പാർക്കാൻ കഴിയുന്നുള്ള ബോധമാണ് ദൈവം നമുക്ക് തരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവ്, ഈ ലോകത്തിൽ നിങ്ങൾ താൽക്കാലികമാണ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് താൽക്കാലിക ജീവിതമാണ്. നിങ്ങളൊരു പ്രവാസിയാണ്, അന്യൊരു പ്രവാസികൾ എന്നൊക്കെ പറയുന്നത്. ഈ ലോകം നിങ്ങൾ വിട്ടുകൊടുത്തേ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ മാറിക്കൊടുത്തേ പറ്റുള്ളൂ. നിങ്ങൾ ഇവിടുന്ന് മാറിക്കൊടുക്കുമ്പോൾ, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറുമ്പോൾ, ഒന്നിൽ മരണത്തോടുകൂടി അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനോടുകൂടി എന്തിനൊരു സമാധാനം സാമം ഉണ്ടാകുമ്പോൾ, നിങ്ങൾ ദൈവരാജ്യത്തിലെത്തണമെങ്കിൽ ഭൂമി വെച്ച് തന്നെ ദൈവികമായ ജ്ഞാനത്താൽ നിറയപ്പെട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപപരിഹാരം പ്രാപിച്ചവന് മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് നമുക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ രക്ഷ എന്ന് പറയുന്ന അനുഭവത്തിൽ എത്തണം, രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ രക്ഷ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. എല്ലാ മതങ്ങളും രക്ഷയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും രക്ഷപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് പറയില്ല. രക്ഷ പറയും, പക്ഷെ മനുഷ്യൻ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് രക്ഷയെക്കുറിച്ച് പറയില്ല, രക്ഷയിൽ തന്നെ ജീവിക്കണം എന്നുള്ളതാണ്. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് പോകണം. ഈ രക്ഷ നൽകുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. മറ്റ് ഒരുത്തനിലും രക്ഷയില്ലെന്നാ. മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ലെന്ന് അപ്പോസ്തലർ 4:12 വായിക്കുന്നുണ്ട്. രക്ഷ യേശുക്രിസ്തു മാത്രം, രക്ഷകൻ യേശുക്രിസ്തു മാത്രം. രക്ഷയും രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുമെല്ലാം യേശുക്രിസ്തുവിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നീയത ശ്രോതാവി, കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവികമായ ജ്ഞാനം പ്രാപിച്ച് കർത്താവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർഗീയ കൊട്ടാരത്തിൽ, ആ സ്വർഗീയ ഭവനത്തിൽ, ആ പുതിയ യെരൂശലേമിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഈശ്വരോ, അപ്പൊ നമുക്ക് പല ഉദാഹരണങ്ങളുടെയാണ് ദൈവം ഓരോന്ന് വെളിപ്പെടുന്നത്. അപ്പൊ ഈ ഭൂമിയിൽ നിങ്ങൾ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ചെറിയ മനുഷ്യനായി ആയിരിക്കാം. എന്നിരുന്നാലും സ്വർഗജ്ഞാനം നിങ്ങൾക്കുണ്ടാകുമെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിങ്ങൾക്കായൊരു ഭവനം നിങ്ങൾ പണിയാം. കൈവേലയില്ലാത്ത നിത്യവാസ സ്ഥലത്തെ ആകാംക്ഷയോടുകൂടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൈവേലകൾ കൊണ്ടുണ്ടാകാത്ത, മനുഷ്യന്റെ വേലയില്ലാത്ത, മനുഷ്യന്റെ നിർമ്മിതമല്ലാത്ത, ദൈവികമായ ജ്ഞാനത്താൽ ദൈവശില്പിയായി തീർത്ത ആ സ്വർഗീയ കൊട്ടാരത്തിലാണ് നമ്മൾ ചെല്ലാൻ ആഗ്രഹിക്കുന്നത്. അല്ലേര് അപ്പൊ ഇവിടെ ചില കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വന്നാലും എന്നെ കേൾക്കുന്ന പ്രശ്നീകത നിങ്ങൾ ഭാരപ്പെട്ടു പോകണ്ട. പ്രൈസലോ, ജീവിതം ഒരിക്കൽ മാത്രമാണ് നമുക്കുള്ളത്. കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, നിന്ദകളുണ്ട്, അപമാനങ്ങളുണ്ട്, എല്ലാ വെല്ലുവിളികളും ഉണ്ടെന്നാണ്. അതിന്റെ നടുവിൽ നീ ദൈവികമായ ജ്ഞാനത്താൽ നിറയപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ പല്ലി രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ അതിന്റെ ഇഷ്ടാനുസരണം ചാടി കയറി ഇറങ്ങി നടക്കുന്നത് പോലെ, ഒരു രൂപ പോലും വട കൊടുക്കാതെ, ഒരു മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാതെ കൊട്ടാരത്തിനകത്ത് പല്ലി ഉലാവുന്നത് പോലെ നിങ്ങൾക്ക് ദൈവികമായ ജ്ഞാനത്താൽ നിറയപ്പെടുകയാണെങ്കിൽ സ്വർഗ കൊട്ടാരത്തിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ തുള്ളിച്ചാടി നടക്കാൻ കഴിയും. അല്ലേ? അപ്പം ദൈവികമായ കൊട്ടാരത്തിലെത്തുക, ദൈവികമായ രാജ്യത്തിലെത്തുക എന്നുള്ളത് സ്വർഗീയമായ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് അലിയ സ്വർഗ കൊട്ടാരത്തിലെത്തുവാനുള്ള വഴിയെക്കുറിച്ച് ബോധ്യമാകുന്നത്. രക്തം ചെയ്യാം. അല്ലേലിയ. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത് അല്ലേലിയ, ഈ പല്ലിയെ കുറിച്ച് പറയുമ്പോൾ പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. അല്ലേലിയ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പല അല്ലെ മലയാളം ഭാഷാന്തരങ്ങളിലും പഴയ മലയാള ബൈബിളിലും സ്കോട്ട്ഫീൽഡ് ഇംഗ്ലീഷ് ബൈബിളിലും ഒക്കെ എബ്രായിലും ഈ വാക്യം ചിലന്തി തന്റെ കൈകൾ കൊണ്ട് പിടിച്ച് രാജാക്കന്മാരുടെ രാജധാനികളിൽ ഇരിക്കുന്ന ഒന്നാണ്. അപ്പൊ സ്കോട്ട്ഫീൽഡ് ബൈബിളിലൊക്കെ ഇതിനിവിടെ പറഞ്ഞ ചിലന്തിയെ കുറിച്ചാണ്. അല്ലെ, അത് ചിലന്തി തന്റെ കൈകൾ കൊണ്ട് പിടിച്ച് രാജാക്കന്മാരുടെ രാജധാനികളിൽ ഇരിക്കുന്നു. ചിലന്തി കൊട്ടാരത്തിലാണ് ഇരിക്കുന്നതെങ്കിലും അത് കൊട്ടാരത്തിലെ യാതൊരുവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നില്ല. ചിലന്തി കൊട്ടാരത്തിലാണ് ഇരിക്കുന്നെങ്കിലും കൊട്ടാരത്തിനകത്ത് യാതൊരു സുഖ സൗകര്യങ്ങളും അത് അനുഭവിക്കുന്നില്ല. അല്ലേലിയ. എങ്കിൽ അങ്ങനെ സ്വന്തം കൂട്ടിൽ അതിന്റെ സ്വതസിദ്ധമായ ഭക്ഷണം കഴിച്ച് ജീവിക്കുക. സ്വന്തം കൂട്ടില് അതിന്റെ സ്വതസിദ്ധമായ ഭക്ഷണം കഴിച്ച് അതിനാൽ അത് ഭക്ഷണം കണ്ടെത്തി കഴിക്കുക. അല്ലേലിയ. അതിന്റെ വലയിൽ ആരെങ്കിലും ആമീൻ തൊട്ടാൽ അത് വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കും.
വലയുടെ ഏതെങ്കിലും ഭാഗം പൊട്ടിയാൽ ഉടൻ തന്നെ ആ വലയുടെ പണി തീർക്കും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണ് ചിലന്തിയുടെ കാര്യം. കൊട്ടാരത്തിലെ ഭക്ഷണമല്ല, അത് ഈച്ചകളെയും മറ്റ് വണ്ടുകളെയും ഒക്കെയാണ് പല്ലിയും അതുപോലെ തന്നെ ഈ ചിലന്തിയൊക്കെ ആഹാരമാക്കി മാറ്റുന്നത്. പ്രൈസറും എന്ന് പറഞ്ഞ് ഒരു ദൈവ പൈതൽ ഈ ലോകത്തിൽ വസിക്കുമ്പോൾ ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ സുഖലോലുപമായ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാതെ, ഹല്ലേലൂയ, സോദരൻ, സന്തോഷത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു, പല്ലി കൊട്ടാരത്തിലാണ് പാർക്കുന്നതെങ്കിലും കൊട്ടാരത്തിലെ യാതൊരുവിധ ഭക്ഷണങ്ങളോ പാനീയങ്ങളോ ഒന്നും ഈ പല്ലി ഉപയോഗിക്കുന്നില്ല, ചിലന്തി ഉപയോഗിക്കുന്നില്ല. സ്വതസിദ്ധമായ രീതിയിൽ അത് ഇരകളെ പ്രാണികളെ എന്റെ ആഹാരമാക്കി മാറ്റുക. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, അതുപോലെ തന്നെ ആയിരിക്കണം മനുഷ്യന് ഭൂമി ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ മനുഷ്യൻ വിശുദ്ധിയിൽ ജീവിക്കണം. ഹല്ലേലൂയ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുക. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ദാനിയേലിനെ കുറിച്ച് ചിന്തിപ്പാനിടയായി. ദാനിയേലിനെ കുറിച്ച് ചിന്തിപ്പിച്ചപ്പോൾ ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുക, എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുത് എന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. അപ്പം ദാനിയേലിനെയും എബ്രായ ബാലന്മാരെയും എല്ലാം പിടിച്ചു കെട്ടി ബാബേലിലേക്ക് കൊണ്ടുപോയി. ദാനിയേല് രാജാവിന്റെ കൊട്ടാരത്തിലാണെങ്കിലും രാജാവ് കഴിക്കുന്ന ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ട് തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഒരു തീരുമാനം അതങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഷണ്ഡാധിപനോട് അപേക്ഷിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. അതേ സ്നേഹിത, നാം എവിടെ ആയിരുന്നാലും ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ മായയായ, ലോകത്തിന്റെ മാലിന്യമായതൊന്നും നമ്മുടെ ഉള്ളിൽ കയറാതെ ദാനിയേലിനെ പോലെ വിശുദ്ധ ജീവിതം നയിക്കണം. ദാനിയേൽ അത്രമാത്രം വിശുദ്ധ ജീവിതം നയിച്ചത് കൊണ്ടാണ് ദാനിയേലിനെതിരെ രേഖ എഴുതി ആ രേഖ മുദ്ര വെച്ച് ദാനിയേലിനെ പിടിച്ച് സിംഹത്തിന്റെ കൂട്ടിൽ എറിഞ്ഞു കളഞ്ഞിട്ടും സിംഹങ്ങളുടെ വായടയ്ക്കാൻ ദൈവം ദൂതനെ അയച്ച് ദാനിയേൽ ഒരു കീടും വരാതെ നിന്നതിന്റെ കാരണം എന്താ? ദാനിയേലിന്റെ ജീവിത വിശുദ്ധി, ദൈവത്തുള്ള സമർപ്പണവും അവന്റെ പ്രാർത്ഥനയും അവരും ദൈവമുള്ള ബന്ധമായിരുന്നു. പ്രൈസലോ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദാനിയേലിനെ പോലെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. ചില ആളുകളെയൊക്കെ കാണത്തില്ലേ, ചില ആളുകളൊക്കെ ഈ ഭൂമി ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ എന്ത് കണ്ടാലും എന്ത് കിട്ടിയാലും അതിനകത്ത് എന്താണെന്ന് പോലും ചിന്തിക്കാതെ വാരി വലിച്ച് ഉപയോഗിക്കുന്ന കാണത്തില്ലേ. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ അനവധി വീടുകളിൽ ഈ നായ്ക്കളെയൊക്കെ വളർത്തണം. വീടുകൾക്കകത്താണ് നായ്ക്കളെ വളർത്തുന്നത്. നായ്ക്കൾ വീടിന് പുറത്ത് നായ്ക്കൾക്ക് കൂടുണ്ടാക്കിയ നായ്ക്കളുടെ കൂട്ടി വേണം നായ്ക്കൾ വളരാൻ. വീട്ടിനകത്തല്ല നായ്ക്കൾ വളരേണ്ടത്. ഹല്ലേലൂയ. വീട്ടിനകത്ത് നായ്ക്കളെ വളർത്തിക്കഴിഞ്ഞാൽ നായയുടെ ഒരു വലിയ ദുർഗന്ധമുണ്ട്. അത് ആ വീട്ടിനകത്ത് മുഴുവൻ ഉണ്ടായിരിക്കും. നായ്ക്കളെ വളർത്തുന്ന വീട്ടിലുള്ളവർക്ക് ആ നായയുടെ ദുർഗന്ധം അറിയത്തില്ല, പക്ഷെ പുറത്തുനിന്ന് ചെല്ലുന്നവനാ അറിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ ഒരിക്കലും ഒരു വാടക വീട് അന്വേഷിച്ച് ചെന്നപ്പോൾ വാടക വീട് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആ വീട്ടിനകത്ത് 2 നായയെ വളർത്തുന്നുണ്ട്. ഹല്ലേലൂയ. അവർ പോയപ്പോൾ വാടക വീട് ഒഴിഞ്ഞു പോയപ്പോൾ അവർ നായയും കൊണ്ടുപോയി. ഈ കെട്ടിട ഓണർ അതിനകത്ത് ഒരു ചെറിയ വൈറ്റ് വാഷൊക്കെ നടത്തിയെങ്കിലും നായയുടെ നാറ്റം മാറിയില്ല. ഫ്രീസറോ. പിന്നെ ആ നായയുടെ നാറ്റം മാറണമെങ്കിൽ നമ്മൾ ആ വീട്ടിൽ ചെന്ന് ആ നാറ്റത്തോട് ഇടപഴകി ജീവിക്കണം. ഹല്ലേലൂയ. നമ്മളും അപ്പം നായയുടെ നാറ്റം മാറും. പിന്നെ ആരും വന്നു കഴിഞ്ഞാൽ വീണ്ടും നായയുടെ നാറ്റം വരും. അങ്ങനെ കുറെ കാരണങ്ങൾ കൊണ്ടേ അത് മാറത്തുള്ളൂ. ഹല്ലേലൂയ. ഞാനൊരിക്കൽ ബാംഗ്ലൂർ വീട്ടില് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ദൈവദാസന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവർ നായ അഴിച്ചു വിട്ടു. പെട്ടെന്ന് വീട്ടിൽ കൂടെ വന്നു. ആ നായ വന്ന് സെറ്റിയിലൊക്കെ കയറുക. നാറ്റം കൊണ്ട് സെറ്റിയെ പോലും ഇരിക്കത്തില്ല. നായയുടെ നാറ്റം അത്ര നാറ്റം, കുളിപ്പിക്കാത്ത.
എന്നെ നിങ്ങൾക്കത് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടത് വരത്തില്ല ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും ഞാൻ ഒരു നായെ വളർത്തുകയാണെങ്കിൽ എനിക്ക് സൗകര്യം ഉണ്ടായാൽ ഒരിക്കലും വീട്ടിലിട്ട് വളർത്തത്തില്ല. വീട്ടിന് പുറത്ത് കൂടുണ്ടാക്കി കൊടുക്കും. നായക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നായയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. പണ്ടൊക്കെ ഞങ്ങൾക്ക് നായ വളർത്തിയിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവ് കഴിക്കുന്ന ഭോജനം കൊണ്ടും രാജാവ് ഒഴിക്കുന്ന വീഞ്ഞു കൊണ്ടും അല്ലെങ്കിൽ തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അല്ലേലിയ, ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുത് എന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിനെ ഷണ്ണാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഷണ്ണാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിശ്ചയിച്ചിട്ടുള്ള എന്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടേതിനേലും ആമൻ ഒത്തുനോക്കുമ്പോൾ മെലിഞ്ഞതായി കാണുന്നത് എന്ന് അല്ലടിയ സ്തോത്രം. പക്ഷെ അണ്ണൻ പറയുകയാണ്, രാജാവ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം തരാതെ, നിങ്ങൾക്ക് വെള്ളം തരാതെ നിങ്ങളുടെ ശരീരം മെലിഞ്ഞതായിട്ടിരിക്കുന്നത് കാണുന്നത് എങ്ങനെയാ? അല്ലേലിയ, ആമേ സ്തോത്രം. അത് ഷണ്ണാധിപനൊക്കെ അപകടമായി പ്രയാസമായി മാറും. ദാനിയേലോ ഷണ്ണാധിപൻ ദാനിയേലിൽ നിന്നും ഹനന്യാവിനും മീശായിനും അസരിയാവിനും വിചാരകനായി നിയമിച്ചിരുന്ന മേൽസിസ്റ്ററിനോട്, അല്ലെ, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ സസ്യഭോജനവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ഞങ്ങളെ 10 ദിവസം നോക്കാൻ സസ്യാഹാരവും പച്ചവെള്ളവും തന്നാൽ മതി, ഞങ്ങൾക്കൊരു കേടും കൂടാതെ ഞങ്ങളുണ്ടാകും. ഞാനത് ആ ഭാഗം നിർത്തുകയാണ്. ഞാൻ പറഞ്ഞത് പറഞ്ഞു, ചിലന്തി പല്ലി രാജകീയ കൊട്ടാരത്തിൽ ജീവിക്കുന്നെങ്കിലും ആ രാജകീയ കൊട്ടാരത്തിലെ ഭക്ഷണങ്ങളോ അടുത്ത പാനീയങ്ങളോ ഒന്ന് കുടിച്ച് പല്ലി മുന്നോട്ട് പോകാതെ അത് സ്വതസിദ്ധമായ രീതിയിൽ ആഹാരം കണ്ടെത്തി ഭക്ഷിക്കുന്ന പോലെ ഭൂമി മനുഷ്യൻ ജീവിക്കുമ്പോൾ മനുഷ്യൻ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. പ്രൈസോ, നാം എവിടെ ചെന്നാലും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച് വേണം നമ്മൾ കഴിക്കാൻ, അല്ലേ? കഴിഞ്ഞൊരു ദിവസം ഞാനൊരു ഹോട്ടലിൽ കയറി, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനായിട്ട് വളരെ ക്ഷീണിച്ചുകൊണ്ടാണ് ചായ കുടിക്കാൻ കയറിയത്. ഞാൻ സാധാരണ അങ്ങനെ കുടിക്കാറില്ല കടയിൽ നിന്ന്. ഒരു ചായ കുടിക്കാനായിട്ട് കയറിയ കടക്കാരനോട് ഒരു ചായ പറഞ്ഞു, അല്ലേ? ചായ പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ കുടിച്ച് വെച്ച ആ ഗ്ലാസ് അതവിടുത്തെ ഡിഷിനകത്ത് കുറച്ചിരിപ്പുണ്ട്. അതൊക്കെ പെട്ടെന്ന് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ആ ഗ്ലാസ് എടുത്ത് പാലിലാക്കാൻ തുടങ്ങിയുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഗ്ലാസ് ഒന്ന് കഴുകാൻ പാൻ. കാരണം മുമ്പ് ആരൊക്കെയോ കുടിച്ചു പോയതിന്റെ ചായയുടെ കറയല്ലേ ഈ പാലിന്റെ പാട ആ ഗ്ലാസിന്റെ സൈഡിലല്ല ഇരിക്കുക. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ആ ഗ്ലാസ് കഴുകിയെടുക്കാൻ പറഞ്ഞു. അതൊക്കെ പെട്ടെന്ന് ഗ്ലാസ് കഴിച്ചൂട് വെള്ളം ഒഴിച്ചു വിടുകയായി. അത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. യാതൊരുവിധ വിശുദ്ധിയും ഇല്ലാതെ അതിൻ്റെ ഒരു എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, അല്ലെങ്കിൽ പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നുവെങ്കിലും ആ അരമനകളിലെ കൊട്ടാരത്തിലെ ഭക്ഷണങ്ങളോ അവിടുത്തെ പാനീയങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ സ്വതസിദ്ധമായ ശരീരം പല്ലിയും ചിരത്തിയൊക്കെ ആഹാരം കണ്ടെടുത്തത് പോലെ നാം മനുഷ്യരായി ഭൂമി ജീവിക്കുമ്പോൾ ദൈവമക്കളായി ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. എന്തുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ ചെന്നോട് ആഹാരം കഴിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. എല്ലാ വീടും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചില വീടുകളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മദ്യം വിളമ്പത് കാണാൻ കഴിയും. ഞാനൊരിക്കലും വിശ്വാസിയുടെ വീട്ടിൽ ചെന്നപ്പോൾ, വിശ്വാസികളാണ്, പഴയകാല വിശ്വാസികളുടെ വീട്ടിൽ ചെന്നപ്പോൾ, അപ്പൊ എന്നെ ഭക്ഷണത്തിന് അവർ ക്ഷണിച്ചു. ഹല്ലേലൂയ. ഞാൻ സാധാരണ മുമ്പ് പറഞ്ഞത് അങ്ങനെ ഭക്ഷണം കഴിയുന്ന നിവൃത്തിന്റെ ഒഴിഞ്ഞു മാറും. പക്ഷെ അവർ നിർബന്ധിച്ചപ്പോൾ ഞാനും അല്ലെങ്കിൽ അവരുടെ കൂടെ ഭക്ഷണത്തിരുന്നു. എല്ലാവർക്കും വെള്ളം ഊറ്റിക്കൊണ്ട് കൊടുത്ത കൂട്ടത്തിൽ ഇവർക്ക് കൊടുത്തത് ബ്രാൻഡിയാണ്. ഹല്ലേലൂയ. അപ്പൊ എന്റെ മേശയിലും അവരുടെ മേശ ഒരു മേശയിലാണ്. ഒരു മേശയിൽ അവരുടെ വീട്ടിലെ ഭക്ഷണം, ആ ഭക്ഷണത്തോടൊപ്പം അവർ കുടിക്കുന്ന വെള്ളം വേറെ. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ കടന്നു പോകുന്ന സാഹചര്യം വരും. പക്ഷെ നമ്മൾ കഴിവതും അവിടുന്ന് ഒഴിവായിക്കോണം. പ്രൈസോ, കഴിവതും ഒരു 100% അല്ലെ അങ്ങനെയുള്ളവിടുന്ന് ഒഴിവായി. ഒരിക്കൽ നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായാൽ പിന്നത്തേതിൽ നിങ്ങൾ വീണ്ടും അതിലേക്ക് ചാടാതെ നിങ്ങളതിൽ ഒഴിവുള്ളവരായി മാറണം. പ്രൈസോ,
ഞാൻ പിന്നീട് പല പ്രാവശ്യം വീട്ടിൽ പോയിട്ടുണ്ട്, പക്ഷെ പിന്നീട് ഒരിക്കൽ പോലും ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ടില്ല. കാരണം അവരുടെ മേശയിൽ വിളമ്പുന്നത് വീഞ്ഞും അല്ലെങ്കിൽ മദ്യവും അങ്ങനെയുള്ളതാണ്. ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ ഏതെങ്കിലും ജീവിത സാഹചര്യത്തിൽ ഒന്നിനും അടിമപ്പെട്ടു പോകാതെ സ്വതസിദ്ധമായ ശൈലിയിൽ നീ നിന്റെ ജീവിതത്തെ എന്ത് ചെയ്യണം? വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ദൈവികമായ ജ്ഞാനത്തെ നിറയപ്പെട്ട് രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുണ്ട് ഹല്ലേലൂയ മുന്നോട്ട് യാത്ര ചെയ്താൽ സ്വർഗ്ഗ കൊട്ടാരത്തിൽ, ആ ദൈവിക ഭവനത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാപിത, ജീവിത വിശുദ്ധിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയത് എന്ന് പറയുന്നത്. ജീവിത വിശുദ്ധിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പറയുന്നത്. അശുദ്ധമായതിനും വിശുദ്ധമായതിനും നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അശുദ്ധമായതിനും വിശുദ്ധമായതിനും വേർതിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കും. ഒരു ദൈവ പൈതൽ, ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതൽ, ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ദൈവാത്മാവ് നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു തന്നെ നമ്മോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയും. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെ എഴുതും: പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളേ. അല്ലയ്യ, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കുവാണ്. ഹല്ലേലൂയ. ഇവിടെ യേശു ശക്തമായിട്ട് പറയുന്ന ഹല്ലേലൂയ ഒരു ദൂതാണ്. നിങ്ങൾ കർത്താവിനെ നോക്കി ഹല്ലേലൂയ കൊടുക്കുന്ന ചെറിയ വലുതുമായ നന്മകൾ പോലും ഹല്ലേലൂയ അത് കർത്താവ് വീക്ഷിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ കൊടുക്കുന്ന നന്മകളെ ദൈവം സ്വർഗീയ സമ്പത്താക്കി മാറ്റി ഹല്ലേലൂയ നിങ്ങൾക്ക് തന്നെ തരും. ഹല്ലേലൂയ. അതുകൊണ്ട് പുഴുവും തുരുമ്പും പുഴുവും തുരുമ്പും കിടക്കുകയും കള്ളന്മാർ തുരന്നു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ ഭൂമിയില് നിങ്ങൾ നിക്ഷേപം കണ്ടെത്താതെ നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ സ്വർഗത്തിൽ കണ്ടെത്തണം. അതിന്റെ മറ്റൊരു വശം, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ഈ ഭൂമിയിൽ എന്തു ചെയ്താലും അതിന്റെ ഇരട്ടിയായി ദൈവം മടക്കി തരും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന് കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അവർത്തി കുലുക്കി കവിയുന്ന ഒരു വലിയ അളവ് നിങ്ങളുടെ മടിയിൽ തന്നിറക്കുമെന്ന് യേശു പറയുന്നത് തന്നെ. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ഒരു സാധനത്തിനും വേണ്ടി, ഈ ഭൂമിയിലെ ഒരു നിക്ഷേപങ്ങൾക്കും വേണ്ടി നിന്റെ ഹൃദയം ചാഞ്ഞു പോകരുത്. സ്വർഗീയ നിക്ഷേപത്തെ കുറിച്ചായിരിക്കും ഹൃദയത്തിലെ ആഗ്രഹം. സ്വർഗീയ നിക്ഷേപമായിരിക്കും നമ്മുടെ വാഞ്ച. അത് നമുക്ക് വേണ്ടി സ്ഥിരമായതൊന്ന് നമ്മുടെ കർത്താവ് കരുതുന്നുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കയറിക്കിടക്കുവാൻ ഒരു ഭവനമില്ലെങ്കിലും, ഹല്ലേലൂയ, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിലും, 3 നേരം ഭക്ഷണം കഴിപ്പാനില്ലെങ്കിലും ജീവിത വിശുദ്ധി നീ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. സ്വന്തമായി തലചായിപ്പാൻ ഒരിടമില്ല, വീടില്ലെങ്കിലും ഒരു തുണ്ട് ഭൂമിയില്ലെങ്കിലും നീ ഭാരപ്പെടരുത്. ഞാനത് പറയുമ്പോൾ എന്റെ ജീവിതത്തിന്റെ അനുഭവം, ഞങ്ങളൊക്കെ 18 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീടിനകത്ത് 18 വർഷമായി വാടക കൊടുക്കുന്നു. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭവനവും സ്ഥലമില്ല, എങ്കിലും ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. കാരണം ഈ ഭൂമിയിലല്ല ഞങ്ങളുടെ പ്രത്യാശ. എന്റെ പ്രത്യാശ എന്ന് പറഞ്ഞ ഈ ഭൂമിയിലെ സ്വർഗീയമായ ആ കൊട്ടാരത്തിലാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള നിക്ഷേപങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ മനസ്സ് കലങ്ങിപ്പോകാതെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗീയ കൊട്ടാരത്തെ ഞാൻ കാണുമ്പോൾ അതിലേക്ക് എന്റെ മനസ്സ്, അതിലേക്ക് എന്റെ ഹൃദയം തിരിച്ചുവിടുമ്പോൾ എന്റെ ഹൃദയത്തിൽ എന്നും ആനന്ദമാണ്. സ്തോത്രം. അതെ, ഇവിടെ ചില കഷ്ടങ്ങളൊക്കെ വരുമെന്നേ, ഇവിടെ ചില പ്രയാസങ്ങളൊക്കെ വരും, ഇവിടെ ചില പ്രതികൂലങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവ് എല്ലാം നന്മയാക്കി മാറ്റും. രക്തം ചെയ്യും. ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഭവനമില്ലാതെ പാർക്കുന്ന, വീടില്ലാതെ പാർക്കുന്ന, ഒരു തുണ്ട് ഭൂമിയില്ലാതെ പാർക്കുന്ന അനുപത്തി ആളുകൾ ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ അവർക്കൊരു വീട് വേണം, ഒരു തുണ്ട് ഭൂമി വേണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും അവരെ ആശ്വസിപ്പിക്കാറുണ്ട്. അല്ലേ? സ്തോത്രം. അത് നമ്മളിവിടെ ചെറിയ കഷ്ടതയിലൂടെ കടന്നു പോകും. നോക്കിയ പല്ലിയും ചിലന്തിയും ഒക്കെ സ്വന്തമായിട്ട് വീടുണ്ടായിട്ടാണ് ഇവിടെ പാർക്കുന്നത്. അത്
അതിന് ദൈവികമായ ജ്ഞാനം കൊടുത്തിട്ടുണ്ട്, ദൈവം ജ്ഞാനം കൊടുത്തിട്ടുണ്ട്. ആ ദൈവികമായ ജ്ഞാനത്താൽ അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്ന സ്വതസിദ്ധമായ ശൈലിയുടെ അത് ഭക്ഷണം കണ്ടെത്തുന്നു. ലേലിയ അങ്ങനെയുള്ളൊരു ദൈവികമായ ജ്ഞാനം നൽകി ദൈവം നമുക്ക് തന്നതുകൊണ്ട് നമ്മളുടെയൊക്കെ ഭാഗ്യവാന്മാരാ. രക്തം ചെയ്യും. ലേലിയ ഒന്നുമില്ലായ്മയിൽ ദൈവം നമ്മെ ഇത്രയും കൊണ്ടുവന്നല്ലോ എന്നോർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. രക്തം ചെയ്യും. പ്രൈസ്. എല്ലാം ദൈവം മാറ്റുമെന്ന്, എല്ലാ കാര്യങ്ങൾക്കും ദൈവം മാറ്റം തരും. നമ്മുടെ സ്ഥിതിയൊക്കെ ദൈവം മാറ്റും, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറ്റും. പ്രൈസ്. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഞാൻ പറയട്ടെ, നിന്റെ സ്ഥിതിയെല്ലാം ദൈവം മാറ്റും, നിന്റെ സാഹചര്യങ്ങളെല്ലാം ദൈവം മാറ്റും, നിന്റെ അവസ്ഥകളെല്ലാം ദൈവം മാറ്റും. പ്രൈസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടില്ലേ? സ്കൂളിൽ പഠിക്കാൻ പോയൊരു കൊച്ചു കുഞ്ഞ് ആമെ കുഴഞ്ഞു വീണ് മരിച്ചെന്ന്. അല്ലേലിയ. അതിന്റെ ചെറിയ കുഞ്ഞ്, എനിക്ക് 2-ലോ 3-ലോ അങ്ങോട്ട് പഠിക്കുന്ന കുഞ്ഞാണെന്ന് തോന്നുന്നു. അത് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. മനുഷ്യന്റെ ജീവിതം അത്ര മാത്രമേ ഉള്ളൂ. ഏത് സമയത്തും മരണം സംഭവിക്കാം, ഏത് സമയത്തും മരണം വരാം. മരണം നമ്മോട് കൂടെയുണ്ട്. മരണത്തിന് പ്രായമില്ല. ഏത് പ്രായത്തിലും മരണം വരാം. അതുകൊണ്ട് നാം ഈ ഭൂമി ജീവിക്കുമ്പോൾ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അശുദ്ധമായതിലേക്ക് പോകാതെ, അശുദ്ധമായതിലേക്ക് തൊടാതെ, അശുദ്ധമായതിലേക്ക് ഇറങ്ങിപ്പോകാതെ, അശുദ്ധമായതൊന്നും നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കാതെ വിശുദ്ധമായതിനു വേണ്ടി നിൽക്കണം. പ്രൈസലോ. വിശുദ്ധിയെ തികച്ചുകൊണ്ട് നിൽക്കണം. രക്തം ചെയ്യും. അതുകൊണ്ടാണ് അവന് പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അല്ലേലിയ അത് രാജാക്കന്മാരുടെ അരമനകളിൽ അല്ലേലിയ പാർക്കുന്നു. അല്ലേലിയ അത് സ്വതസിദ്ധമായ ശൈലിയിലൂടെ ആഹാരം കണ്ടെത്തുന്നു, അത് ഭക്ഷണമായി മാറ്റുന്നു, പല്ലി ജീവിക്കുന്നു. പ്രൈസലോ. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. പ്രൈസലോ. അപ്പം പല്ലി ഒരു ചെറിയ ജീവി എങ്കിലും, ഒരു ചെറിയ ജന്തുവെങ്കിലും അതിന്റെ ജ്ഞാനം കൊണ്ട് ആഹാരം സമ്പാദിക്കുന്നു. പല്ലി ഒരു ചെറിയ ജന്തുവാണെങ്കിലും ജീവിയാണെങ്കിലും അതിന്റെ ജ്ഞാനം കൊണ്ട് അത് ആഹാരം സമ്പാദിക്കുന്നത്. അപ്പം പല്ലിയുടെ ആഹാരം എന്ന് പറയുന്ന ഈച്ചകളും വണ്ടുകളും നാം വെച്ചിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളൊക്കെ പല്ലി എടുത്ത് കഴിക്കും എന്ന് കേൾക്കാറുണ്ട്. പല്ലിയുടെ മെയിനായിട്ടുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ ഈച്ചകളും വണ്ടുകളുമാണ്. അല്ലേലിയ. പിന്നെ ആമീൻ ഭക്ഷണ സാധനങ്ങൾ എവിടേക്കോ നിലത്തോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് കഴിക്കുമെന്ന് പറയും. പക്ഷെ ചിലന്തി അതുപോലും ചെയ്യത്തില്ല. അല്ലേലിയ. ചിലന്തി എപ്പോഴും അതിന്റെ വലയിലെ ഒരു മൂലയ്ക്ക് മാറിയിരുന്ന വലയിൽ തനിക്കുള്ള ജന്തുക്കൾ അല്ലേയ ഈച്ചകൾ പറ്റുമ്പോൾ അതിനെയാണ് ആഹാരമാക്കി മാറ്റുന്നത്. അല്ലേലിയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലയ്യ, ഈച്ചകളും വണ്ടുകളും നാം വെച്ചിരിക്കുന്ന ആഹാരങ്ങളെല്ലാം ജ്ഞാനത്തോടെ പല്ലി കൈക്കുള്ളിലാക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജ്ഞാനത്തിനായി നിങ്ങൾ ആത്മാക്കളെ നേടണമെന്ന്. പല്ലി സ്വന്തമായ ജ്ഞാനത്തിലൂടെ അതിന്റെ ആഹാരം തേടുന്നത് പോലെ തന്നെ ഒരു ദൈവഭക്തൻ, ഒരു വിശ്വാസി ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവികമായ ജ്ഞാനത്തോടെ നമ്മൾ ആത്മാക്കളെ നേടണമെന്നാണ് പറയുന്നത്. നമ്മൾ ആഹാരം നേടി ആഹാരത്തിനുള്ള നേടണമെന്നല്ല പറഞ്ഞ് ആത്മാക്കളെ നേടുന്നുണ്ടെങ്കിൽ ആത്മഭാരമുള്ളവനായിരിക്കണം. ആത്മഭാരമുള്ളവർ മാത്രമേ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. ആത്മഭാരമില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും മറ്റൊരുവന്റെ കഷ്ടത കാണാനോ അവന്റെ നൊമ്പരം കാണാനോ അവന്റെ കടതിരി കാണാനോ അവന് വേണ്ടി പ്രാർത്ഥിക്കാനോ കഴിയില്ല. ആത്മഭാരമുള്ളവൻ എന്ത് ചെയ്യും? മറ്റുള്ളവന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ, അവന്റെ കഷ്ടത കാണണമെങ്കിൽ ദൈവികമായ ജ്ഞാനം കൊണ്ടാണ് നമ്മൾ നിറയണം. ദൈവികമായ ജ്ഞാനത്താൽ കഴിയുമ്പോൾ ദൈവം നമ്മെ ആത്മാവിൽ നിറയ്ക്കും. ആത്മാവിൽ നിറച്ചു കഴിയുമ്പോൾ നമുക്ക് ആത്മഭാരം വരും. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ലഭിച്ച രക്ഷയ്ക്ക്, നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം, ഇവയൊക്കെ മറ്റുള്ളവർക്ക് നൽകി കൊടുക്കണം. നിങ്ങൾക്ക് ലഭിച്ച രക്ഷ, നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് ലഭിച്ച സമാധാനം, നിങ്ങൾക്ക് ലഭിച്ച സന്തോഷം, നിങ്ങൾക്ക് ലഭിച്ച സ്നേഹമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണം. അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റിലുമുണ്ട്. അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന അടിമകളെ പോലെ ഇന്നും ജീവിക്കുന്ന, ജീവിതത്തിൽ യാതൊരു സ്വാതന്ത്ര്യമില്ലാതെ, ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ലാതെ, കണ്ണുനീരിന്റെ നടുവിലൂടെ സങ്കടത്തിലൂടെ പോകുന്ന ഒരു വലിയ കൂട്ടം ജനം നമുക്ക് മുമ്പിൽ നിൽപ്പുണ്ട്. രക്തജയം. അവരോട് രക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ദൈവികമായ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ദൈവരാജ്യത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവനെ ആത്മീയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം.
അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ദൈവികമായ ജ്ഞാനത്താൽ നിറച്ച് രക്ഷയും സന്തോഷവും രക്ഷയുടെ സ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് അല്ലേരിയ മറ്റുള്ളവർക്കത് പകർത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേരിയ ഞാനും എൻ്റെ കുടുംബം എന്നുള്ളത് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊണ്ട് നമ്മുടെ കണ്ണോടണം. പുതിയ നിയമസഭയോട് പറയട്ടെ, പുതിയ നിയമസഭയ്ക്ക് ആത്മഭാരമാണ് ദൈവം തന്നിരിക്കുന്നത്. പുതിയ നിയമസഭയ്ക്ക് ആത്മഭാരം തന്നതുകൊണ്ടാണ് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തിനു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും ഒക്കെ. ആരും നശിച്ചു പോകാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ വേണ്ടി അവർ ഇച്ഛിച്ച് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നാണ് 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം വായിച്ചു കാണാൻ കഴിയുന്നത്. അപ്പൊ ആരും നശിച്ചു പോകാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന്, നിത്യജീവൻ പ്രാപിക്കണമെന്ന് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. അത് ബൈബിളിന്റെ സന്ദേശമാണ്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, അല്ലേലിയ, ദൈവം നമുക്ക് ജ്ഞാനത്തെ തന്നുകൊണ്ട്, അല്ലേലിയ, നമ്മൾ വീരധീരന്മാരായി പ്രവർത്തിച്ച് വിജയം പ്രാപിക്കണം. ദൈവം നമുക്ക് തന്ന ജ്ഞാനം, നമ്മളത് ആ ജ്ഞാനത്തെ പ്രവർത്തിച്ച് ധീരന്മാരായി കർത്താവിൽ നമ്മൾ വിജയം പ്രാപിക്കാം. അല്ലേലിയ. നമുക്ക് തന്നിരിക്കുന്ന ദൈവിക ജ്ഞാനത്തെ നമ്മുടെ ഉള്ളിൽ വെച്ച് ഒതുക്കിക്കളയരുത്. നമുക്ക് തന്നിരിക്കുന്ന രക്ഷയും സ്വാതന്ത്ര്യവും ആത്മഭാരവും നമ്മൾ ഒതുക്കിക്കളയരുത്. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, രക്തം ചെയ്യണം. അല്ലേലിയ. അങ്ങനെ നിങ്ങൾ വിജയിച്ച് നിക്ഷേപങ്ങളെ സ്വരൂപിക്കണം. അങ്ങനെ നിങ്ങളുടെ നിക്ഷേപം എന്ന് പറയുന്നത് ആത്മാക്കളെ നേടുന്നതായിരിക്കണം. പാപിയായ മനുഷ്യനെ നേർവഴിയിലേക്ക് കൊണ്ടുവന്ന, പാപിയായ കുടുംബത്തെ നേർവഴിയിലേക്ക് കൊണ്ടുവന്ന അവന്റെ ഭവനത്തെ സ്വർഗീയ സന്തോഷം കൊണ്ട് നിറയ്ക്കുവാൻ നിങ്ങൾ അതിന് അല്ലെ ഭാഗമാക്കായി മാറുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ വലിയ നിക്ഷേപം കണ്ടെത്തുന്ന ആ നിക്ഷേപം സ്വർഗത്തിലുമുണ്ട്. അല്ലേലിയ. ഇവിടെ അതാണ് പറയുന്നത്, കാമി പുഴുവും തുരുവും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്ന വിധത്തിൽ ഈ ലോക ജീവിതം നയിക്കണം. അപ്പൊ നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകത്തക്ക പോലെ ഈ ലോകത്തിൽ നിങ്ങൾ ജീവിതത്തെ നയിക്കണം. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെടണ്ട. എല്ലാം ദൈവം തരും. ഫ്രൈസറോ, എല്ലാം ദൈവം തരുമെന്ന കർത്താവ്. ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ലെന്ന. അത് നമ്മളെ അനാഥനായി വിടാതെ എല്ലാം നമുക്ക് സമയാസമയങ്ങൾ തരുന്നൊരു ദൈവമുണ്ട്. രക്തം ചെയ്യും. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തിൽ ഏൽപ്പിക്കാം. മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിക്കണം. അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന. അത് ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായ പങ്ക് യേശു കർത്താവിന് കൊടുക്കണം. ജീവിതത്തിൽ മുഖ്യമായ പങ്ക് കർത്താവിന് കൊടുക്കണം, യേശുവിന് കൊടുക്കണം. അങ്ങനെ ജീവിതത്തിൽ മുഖ്യമായ പങ്ക് യേശുവിന് കൊടുത്തു കഴിയുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആരാധനയും സ്തുതിയും സ്തോത്രവും ദൈവവചന ധ്യാനവും ജീവിത വിശുദ്ധിയും പ്രത്യാശയും സന്തോഷം ദൈവം തരും. അല്ലേലിയ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കഷ്ടങ്ങളെല്ലാം മാറും. രക്തം ചെയ്യും. അപ്പം ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ നമ്മുടെ കഷ്ടതയെല്ലാം മാറാൻ തുടങ്ങും. അല്ലേലിയ. സമാധാനമില്ലാതെ ജീവിക്കുന്നിടത്തോളം കാലം കഷ്ടതയുടെ മേൽ കഷ്ടത വന്നുകൊണ്ടിരിക്കും, ദുഃഖത്തിന്മേൽ ദുഃഖം വന്നുകൊണ്ടിരിക്കും, കണ്ണുനീരിന്മേൽ കണ്ണുനീരായിരിക്കും. എന്നാൽ സമാധാനത്തോടുകൂടി ജീവിക്കുന്നിടത്തോളം കാലം അത് സമാധാനത്താൽ നമ്മെ നിറച്ചുകൊണ്ടിരിക്കും. പ്രൈസലോ. അപ്പൊ ഈ ഭൂമിയിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കണം, കർത്താവിനോട് ചേർന്ന് വസിക്കണം. അല്ലേലിയ. യേശു കൂടെ ഉണ്ടെങ്കിൽ നാം അടിപതറിപ്പോകാതെ നിൽക്കാൻ കഴിയും. അല്ലേലിയ. അടിപതറാതെ നിൽക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നടക്കണം. പ്രൈസലോ. അല്ലേലിയ. അതുകൊണ്ട് നമ്മൾ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലേലിയ. അപ്പൊ ഈ ഭൂമിയിൽ നിങ്ങളുടെ ഹൃദയം അല്ലേലിയ കർത്താവിനായി വിട്ടുകൊടുക്കണം. നിക്ഷേപ സ്വർഗത്തിൽ സ്വരൂപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയവും സ്വർഗത്തിലിരിക്കും. നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നവരുടെ നിങ്ങളുടെ നിക്ഷേപത്തെ നിങ്ങൾ സ്വർഗത്തിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഹൃദയവും ആ സ്വർഗ നിക്ഷേപത്തോടു കൂടെ ആയിരിക്കും. അപ്പൊ നാം ഉയരങ്ങളിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയണം. ഭൂമിയിലുള്ളതല്ല, ഉയരങ്ങളിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. രക്തം ചെയ്യണം. ഈ ഭൂമി നമ്മൾ എന്ത് ചെയ്തത് താൽക്കാലികമാണ്. അല്ലേലിയ. ഒന്നും നമുക്ക് സ്ഥിരമായി ഇവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സ്ഥിരമായതൊന്നും നമ്മുടെ കൈവശമില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു 100 രൂപയുടെ നോട്ടായിരുന്നാൽ പോലും അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ളതല്ല. അത് സ്ഥിരമായിട്ട് നിങ്ങൾ കൊണ്ടടക്കാൻ പറ്റത്തില്ല. ജീവിതകാലം മുഴുവൻ ഞാൻ ആർക്കും കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സൂക്ഷിക്കാനും പറ്റത്തില്ല.
ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നതാണെങ്കിലും അല്പസമയം കഴിയുമ്പോൾ മറ്റൊരാളുടെ കയ്യിലും പോക്കറ്റിലുമായി മാറുന്നത്. ലേലിയ. അതുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കട്ടെ. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം അവിടെ തന്നെ മുമ്പ് ആവർത്തിച്ചതുപോലെ. ലേലിയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ആമി ഈ വലിയ സ്വർഗരാജ്യത്തിൽ ലേലിയ രാജാവായ യേശു നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആമി കൊട്ടാരത്തിൽ ലേലിയ സ്തോത്രം. ഈ പല്ലിയെ പോലെ പല്ലി എങ്ങനെയാണ്? ഈ പല്ലിൻ ചരന്തിയൊക്കെ ആമി ഭൂമിയിൽ രാജാക്കന്മാർ ഒരുക്കിയത് കൊട്ടാരത്തിൽ ആമി ജീവിക്കുന്നത് പോലെ നാം കർത്താവായ യേശു ക്രിസ്തുവിനോട് നമ്മുടെ ഹൃദയം വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിട്ടുകൊടുക്കുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വലിയ കൊട്ടാരത്തിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റും. ഞാൻ ആദ്യം ഓർപ്പിച്ചിരുന്നു, പല്ലിക്ക് ഈ ഭൂമിയിലുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ കൊണ്ട് തീരുന്നതല്ല ജീവിതം. മനുഷ്യ ജീവിതം ഭൂമി കൊണ്ട് തീരുന്നതല്ല. മനുഷ്യന്റെ മരണത്തോടൊപ്പം മനുഷ്യന് മറ്റൊരു ജീവിതം ആരംഭിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പന പ്രമാണം അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക്, കർത്താവിനെ രക്ഷകനെ സ്വീകരിച്ച് ദൈവ കൽപ്പനയാകുന്ന വിശുദ്ധ സ്നാനത്തെ സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവികമായ കൊട്ടാരത്തിൽ ചെല്ലാം. ദൈവികമായ കൊട്ടാരത്തിൽ നാം ചെല്ലുമ്പോൾ അവിടെ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയും. ഭൂമിയിൽ പല്ല് കൊട്ടാരത്തിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നത് പോലെ നമുക്ക് സ്വർഗത്തിൽ കൊട്ടാരത്തിൽ ദൈവികമായ ഭവനത്തിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കണം. അതുകൊണ്ടാണ് നാം ഫിലിപ്പിലേഖനം 3 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്നും കർത്താവ് യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നത് ഫിലിപ്പിലേഖനം 3:20 പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാം ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നുവെന്ന് എബ്രായ ലേഖനം 11:10 വായിക്കുന്നുണ്ട്. അത് നമുക്ക് ആ സ്വർഗീയ കൊട്ടാരം ആകാംക്ഷിച്ചുകൊണ്ട് ജീവിക്കാം. ഞാനൊന്നുകൂടെ ആവർത്തിക്കട്ടെ, പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. അത് സ്വാതന്ത്ര്യത്തോടെ അരമനകൾ കൂടെ ചാടി ഇറങ്ങി അത് സ്വയസിദ്ധമായ ശൈലിയുടെ ഭക്ഷണം പാനീയങ്ങളൊക്കെ കണ്ടെത്തി ഭക്ഷിക്കുന്ന പോലെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ ഭൂമിയിലുള്ളതല്ല നമ്മുടെ പ്രത്യാശ, സ്വർഗീയമായ കൊട്ടാരത്തിൽ സന്തോഷിച്ചാനന്ദിപ്പാട് വരും. ഇന്ന് പകൽ ആരെങ്കിലും കഷ്ടതയുടെ പ്രയാസത്തെ സങ്കടത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവുകളെ ഓർപ്പിക്കുന്നത്, സ്വാമി നിങ്ങളുടെ നിക്ഷേപമുള്ള ഹൃദയം, നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം കണ്ടെത്തുക. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്ത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജന തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ കർത്താവികൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ശൈശവത്തിൽ ബാല്യ കൗമാരി യുവരത്തിൽ വാർത്തയിൽ അൻപൃത്തരാശനയാ ചെറോഫിനെ ചോളച്ചെടുത്ത് അട്ടവറയിലായിരിക്കുന്ന വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണവിധ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാജ്യക്കന്മാർ, രാജ്യ പ്രധാനമന്ത്രി, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനത്തെയും കർത്താവി കൊല്ലോട്ട് കൊട്ടാരത്തേര് പാർക്കുന്ന വലിയൊരു ചെറിയ എല്ലാ ധനാഢ്യന്മാരെയും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കരസേന, വ്യോമസേന, നാവികസേനാധികാരികൾ, അതിർത്തികൾക്കകത്ത് സൈന്യത്തിനായി ക്രമസമാധാന പാലന, നിയമ നിർമ്മാണ രഹസ്യങ്ങളുടെ പോലീസും ജുഡീഷ്യൽ സെക്ഷനുകൾക്കായി സഹകരണ പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയിൽ, എല്ലാ ആരോഗ്യ മേഖലയിലും എല്ലാ ഭാഗ്യ മേഖലയിലും അയക്കുന്ന എല്ലാ കേന്ദ്ര സംസ്ഥാന എല്ലാ രാജ്യരാഷ്ട്ര തലവന്മാരെ ധികരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സഹകരണ പൊതുമേഖല, ആരോഗ്യ മേഖല, അതുപോലെ തന്നെ സ്രോത കൺസ്ട്രക്ഷൻ, മെക്കാനിക്, മോട്ടോർ രംഗത്തായിരിക്കുന്ന എല്ലാ ടൈസോട്ടോ ഡ്രൈവേഴ്സിനെയും വാഹന സെയിൽസിൽ, കരയിൽ, കടലിൽ, ആകാശമാണ്, വാഹന കടലോരവാസികൾ, തീരദേശവാസികൾ, മത്സ്യത്തിന് ആഴക്കടലിൽ പണിയെടുക്കുന്നവർക്കായി ലരിയ കർത്താവികൾ, കരികൾ, കമ്പനി, ഫാക്ടറി ജോലി, ചെറുപ്പപ്പെടുന്ന എല്ലാ വ്യാപാര വ്യവസായികളെയും, വഴിയോര കച്ചവടക്കാരെ, ക്ഷീരമേഖലയും കാർഷികമേഖലയിൽ പണിയെടുക്കുന്നവർ, എല്ലാ കർത്താവ് വടത്തും പറമ്പിനും കൂറിയിലൊക്കെ പണിയെടുക്കുന്നവർ, കടയാക്കുവാനും ചെയ്യുന്നവരെ എല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിലും ദൈവത്തിന്റെ കരം, ദേശത്തും വിദേശം ജോലിക്കായി പഠിക്കാൻ കടന്നുപിടിക്കുന്നവർ, മദ്യത്തിന് മയക്കും പാൻസിലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്നവർ, ജീവിതം ഇവിടെ നിരാശപ്പെട്ട ഭവനമില്ലാത്തവർ, കർത്താവിടുത്തോട്ട് ഭൂമിയില്ല കടക്കണിയാൽ ഭാരം ജപ്തി നടപടി നേരിടുന്നവർ, രോഗികളായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം.
കർത്താവ് ജീവിതം തകർന്ന മരണത്തിന്റെ ആ വഴിയിലൂടെ കടന്നു പോകുന്ന അനവധി ആൾ പാപത്തിന് ശാപത്തിൽ വീണ് കിടക്കുന്ന സകല ജനത്തെയും കർത്താവിന്റെ കരങ്ങളിൽ എല്ലാ ജനത്തിനും വിടുതൽ ആശ്വാസം കൊടുക്കണം. തലമുറയില്ല തലമുറ ഫാമിലിന്റെ ഭവനം കൊടുക്കുവാൻ കടക്കണില്ല വിടിവിക്കാനായി കർത്താവിനെല്ലാം പ്രിയപ്പെട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതയുടെ നൽകുന്ന ഒരു വിടുതൽ ജനത്തിന് കൊടുക്കണമേ. ദൈവത്തിന്റെ ദാസ്യദാസന്മാർ കേരളത്തിൽ വിദേശ രാജ്യങ്ങളായിരിക്കും ഈ ഒരു കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ദൈവം ആശ്വാസം സമാധാനം കൊടുക്കുവാൻ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായ ദൈവമായി ഞങ്ങളുടെ മഹത്വം വെളിപ്പെടുത്തിയാണ്. സകല ജനത്തിന് പേര് ദൈവ നീതി വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.